സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുന്നു. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം പവന് 1760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതുമൊക്കെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് ഇന്നും കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1,01,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 12,735 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ വില വീണ്ടും ഉയരും. കഴിഞ്ഞ ദിവസം പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ഡിസംബർ 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുതിച്ചുയരുകയായിരുന്നു. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെ അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സ്വർണ്ണവില 1 ലക്ഷം പിന്നിട്ടതോടെ കൈവശം നല്ല സ്വർണ്ണശേഖരമുള്ളവർ പലരും ലക്ഷാധിപതികളും കോടീശ്വരരുമായിട്ടുണ്ട്. 100 പവൻ കൈവശമുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ ആസ്തിയായെന്ന് സാരം. ഇന്ത്യയിൽ സ്വർണ്ണത്തിന്റെ പ്രധാന വിപണിയാണ് കേരളവും തമിഴ്നാടും. കേരളത്തിലെ വീടുകളിൽ ഏതാണ്ട് 2000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അതായത് 200 കോടി ഗ്രാം. പവനിൽ കണക്കാക്കിയാൽ 25 കോടി പവൻ. ഇതിന്റെ മൊത്തം മൂല്യം ഇപ്പോഴത്തെ വിലയനുസരിച്ച് 25.4 ലക്ഷം കോടി രൂപ വരും. സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ 22 കാരറ്റ് വിട്ട് 18 കാരറ്റിലേക്കും 14 കാരറ്റിലേക്കും 9 കാരറ്റിലേക്കുമൊക്കെ നീങ്ങുന്നവർ ഏറെയാണ്. 22 കാരറ്റിനെ അപേക്ഷിച്ച് ആനുപാതികമായി വില കുറയുമെന്നത് തന്നെയാണ് കാരണം. എന്നാൽ 22 കാരറ്റിന്റെ ചുവട് പിടിച്ച് ഇവയുടെ വിലയും പുതിയ ഉയരത്തിലെത്തിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.